The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹരി ഓം, നമസ്തേ. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നായിട്ടുള്ള ശ്രിയോ മൂലമനിർവേദ എന്ന പാഠഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ശ്രിയോ മൂലമനിർവേദ എന്ന പാഠം സ്വീകരിച്ചിട്ടുള്ളത് വാൽമീകി വിരചിതമായിരിക്കുന്ന രാമായണത്തിൽ നിന്നാണ് എന്ന്. ആ രാമായണത്തിലെ ഏത് കാണ്ഡത്തിലെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കിയേ. സുന്ദരകാണ്ഡത്തിലെ ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. സുന്ദരകാണ്ഡത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടുള്ള ഹനുമാൻ എവിടേക്കോ എന്തൊക്കെയോ അന്വേഷിച്ച് നടക്കുന്നതായിട്ടല്ലേ നമ്മൾ ഈ പാഠഭാഗത്ത് കണ്ടത്. ഹനുമാൻ ആരെയാണ് അന്വേഷിക്കുന്നത്? ജനകേശ്വരാത്മജ ആയിരിക്കുന്ന, മൈഥിലി ആയിരിക്കുന്ന, ജാനകി ആയിരിക്കുന്ന സീതാദേവിയെ രഘുനന്ദനസ്യ പ്രിയാം അന്വേഷ്യ ഹനുമാൻ ലങ്കായാം വിചരന്നസ്തി. ലങ്കയിൽ പലയിടത്തായിട്ട് ഹനുമാൻ സീതയെ അന്വേഷിച്ച് വിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് ശ്ലോകത്തിൽ സംഭവിച്ചത്? പല ശ്ലോകങ്ങളിലായിട്ട് സംഭവിച്ചത്. സഹ തത്ര രാവണഭവനസ്യ മധ്യേ സർവത്ര ഗതവാൻ തഥാപി സീതാം ന ദൃഷ്ടവാൻ തേന കാരണേന സഹ ചിന്തിതവാൻ സീത കദാചിത് മൃതാ സ്യാത്. സീതായാः മരണപുരസ്സരം തേന ബഹൂനി കാരണാനി ചിന്തിതാനി. കാനി താനി കാരണാനി? വിരൂപരൂപാः വിവർച്ചസः വികൃതാനനാः ബഹ്വ്യः രാക്ഷസ്യः തത്ര വർത്തन्ते. താः ദൃഷ്ട്വാ ഭീതാ സീത താഭ്യः ഭീതാ മൃതാ സ്യാത്. അന്യഥാ രാക്ഷസരാജപ്രവരേണ രാവണേന പ്രതിദുഷ്ടകർമ്മണ സാ ഭുക്താ സ്യാത്. അവളെ രാവണൻ കൊന്നു തിന്നിരിക്കുകയോ അല്ലെങ്കിൽ വികൃതരൂപകളായിരിക്കുന്ന രാക്ഷസിമാരെ കണ്ട് ഭയന്ന് സീത മരിച്ചു പോയിരിക്കാനോ ഇടയുണ്ട് എന്നുവരെ ഹനുമാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ശ്ലോകങ്ങളിൽ ഹനുമാന്റെ ചിന്തകൾ എവിടെ എത്തിയിരുന്നു? സീതാമദൃഷ്ട്വാ ഹ്യനവാപ്യ പൗരുഷം വിഹൃത്യകാലം സഹ വാനരൈശ്ചിരം നമേസ്തി സുഗ്രീവ സമീപകാ ഗതി സുതീക്ഷ്ണദണ്ഡോ ബലവാൻശ്ച വാനരഃ. സീതാമദൃഷ്ട്വാ അനവാപ്യ പൗരുഷം. സീതാം അദൃഷ്ട്വാ, സീതയെ കാണാതെ, പൗരുഷം അനവാപ്യ, പുരുഷോചിതം തേജഃ അനവാപ്യ, സുഗ്രീവ സമീപകാ ഗതി, സുഗ്രീവ സമീപം ഗന്തും പ്രതിഗന്തും ഗതി മമ നാസ്തി. യതഃ സുതീക്ഷ്ണദണ്ഡഃ തീവ്രദണ്ഡപ്രദായകഃ ബലവാഞ്ച അസ്തി സുഗ്രീവോ നാമ വാനരരാജഃ. അതഃ അഹം പ്രതിഗന്തും ന ശക്നോമി. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. പിന്നെ എന്താണ് ഹനുമാൻ ചിന്തിച്ചത്? ദൃഷ്ടമന്തഃപുരം സർവം ദൃഷ്ടാ രാവണയോഷിതഃ ന സീതാ ദൃശ്യത്തെ സാധ്വി വൃഥാ ജാതോ മമ ശ്രമഃ. ഭാരതാത് ലങ്കാം ഗന്തും ഹനുമതാ മഹാൻ പ്രയത്നഃ വിഹിതഃ. ഭാരതത്തിൽ നിന്ന് ലങ്കയിലേക്ക് എത്തുന്നതിനായിട്ട് ഹനുമാൻ അസാമാന്യമായൊരു പ്രയത്നത്തെ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ പ്രയത്നം? ഹനുമാൻ ഭാരതത്തിൽ നിന്ന് ലങ്കയിലേക്ക് ചാടിക്കടക്കുന്നതിനിടയ്ക്ക് പലതരം വെല്ലുവിളികൾ ഹനുമാന് നേരിടേണ്ടതായിട്ട് വന്നു. എന്തൊക്കെയാണ് വെല്ലുവിളികൾ? നമുക്കൊന്ന് കണ്ടു നോക്കി. ഇങ്ങനെ ഹനുമാന് ഭാരതത്തിൽ നിന്ന് ലങ്കയിലേക്ക് സമുദ്രലംഘനം ചെയ്യുന്ന സന്ദർഭത്തിലും അതിനുശേഷവും ഒട്ടനവധി വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വെല്ലുവിളികൾ നേരിട്ട് ലങ്കയിലെത്തിയതിന് ശേഷവും താൻ ഉദ്ദേശിച്ചെത്തിയ കാര്യം സഫലമാക്കി തീർക്കാൻ കഴിയാതെ വന്നതോടെ ഹനുമാനാകെ നിരാശയിലാക്കി പോവുകയാണ്. അതാണ് നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പഠിച്ചത്. ദൃഷ്ടമന്തഃപുരം സർവം ദൃഷ്ടാഹ രാവണയോഷിതഃ. അന്തഃപുരം സർവം ദൃഷ്ടം, അന്തഃപുരത്തിലെല്ലാം കണ്ടു. രാവണയോഷിതഃ ദൃഷ്ടാഹ. രാവണയോഷിത് രാവണസ്ത്രീ, രാവണയോഷിതഃ
तस्य बहुवचने रावणयोषितः रावणस्त्रियः राक्षसराजस्य कन्यकाः परिचारिकाः बह्व्यः दृष्टाः सीता न दृश्यते साध्वी न सीता दृശ്യത്തെ സാധ്വി ആ സാധ്വിയായിരിക്കുന്ന സീതയെ മാത്രം കാണുന്നില്ലല്ലോ വൃഥാ ജാതോ മമ ശ്രമഃ എൻ്റെ ആ ശ്രമങ്ങളെല്ലാം തന്നെ വൃഥാ ജാതഃ വെറുതെ ആയി തീർന്നിരിക്കുന്നു എന്ന് ഹനുമാൻ സങ്കടപ്പെടുന്നതാണ് നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് പഠിച്ചത്. ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു സാമാന്യ വിവരണം. ഇന്ന് നമ്മൾ അടുത്ത 2 ശ്ലോകങ്ങൾ കൂടെ പഠിക്കാനിരിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. കിം വാ വക്ഷ്യതി വൃദ്ധശ്ച, ഏറ്റു ചൊല്ലണം, മറക്കണ്ട. കിം വാ വക്ഷ്യതി വൃദ്ധശ്ച ജാംബവാനംഗദശ്ച സഹ ജാംബവാനംഗദശ്ച സഹ കിം വാ വക്ഷ്യതി വൃദ്ധശ്ച ജാംബവാനംഗദശ്ച സഹ ഗതം പാരം സമുദ്രസ്യ ഗതം പാരം സമുദ്രസ്യ വാനരാശ്ച സമാഗതാഃ വാനരാശ്ച സമാഗതാഃ കിം വാ വക്ഷ്യതി വൃദ്ധശ്ച ജാംബവാനംഗദശ്ച സഹ ഗതം പാരം സമുദ്രസ്യ വാനരാശ്ച സമാഗതാഃ കിം വാ വക്ഷ്യതി വൃദ്ധശ്ച ജാംബവാനംഗദശ്ച സഹ ഗതം പാരം സമുദ്രസ്യ വാനരാശ്ച സമാഗതാഃ. അധുനാ ഹനുമാൻ ചിന്തയതി, അഹം താവത് ബഹൂനാം വാനരാണാം പ്രേരണയാ അത്ര ആഗതഃ. യദാ അംഗദാദിഭിः नीता वानरसेना भारतस्य दक्षिणतीरं प्राप्ता तदा को वा लङ्कां गमिष्यति इति विषयिकी महती आशंका तत्र सञ्जाता. ഹനുമാന്റെ നേതൃത്വത്തിൽ, അംഗദന്റെ നേതൃത്വത്തിലുള്ള വാനരസേന ഭാരതത്തിൻ്റെ ദക്ഷിണ തീരത്തിൽ, തെക്കേ തീരത്തിൽ എത്തിച്ചേരുകയും അവിടെ ജടായു എന്ന പക്ഷിരാജൻ്റെ സഹോദരനായിരിക്കുന്ന സമ്പാതി എന്ന ചിറകുകളറ്റ ആ പക്ഷിരാജനെ കണ്ട് ലങ്കയിൽ സീതയുണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിലും ആരാണ് ലങ്കയിലേക്ക് പോവുക എന്ന വിഷയത്തിൽ വലിയ ആശങ്ക നിലനിന്നിരുന്നു. ആ ഘട്ടത്തിൽ ജാംബവാൻ മുതലായവരുടെ പ്രേരണ കൊണ്ട് മാത്രമാണ് ഹനുമാന് സമുദ്രലംഘനം ചെയ്ത് ലങ്കയിൽ എത്തിച്ചേരാൻ സാധിച്ചത്. ആ ഭാഗം നമ്മൾ 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ ഹനുമത് പ്രഭാവ എന്ന പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ പ്രേരണയിൽ നിന്ന് തനിക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം തന്നിൽ ഉടലെടുത്തത് കൊണ്ട് മാത്രമാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിക്കടന്നത്. ഇപ്പോൾ ലങ്കയിൽ ഹനുമാൻ എന്തൊരു പ്രവൃത്തി, എന്തൊരു ലക്ഷ്യത്തെ കണക്കാക്കിയാണോ എത്തിയത്, ആ ലക്ഷ്യത്തെ സാധ്യമാക്കാൻ, സഫലമാക്കാൻ ഹനുമാന് സാധിക്കുന്നില്ല എന്ന് വന്നാൽ, ഹനുമാൻ തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയ ഈ സന്ദർഭത്തിൽ ഹനുമാൻ പറയുകയാണ്, ഞാൻ തിരിച്ചങ്ങോട്ട് ചെന്നാൽ എന്നെക്കുറിച്ച് എന്തു പറയും? ഞാൻ എല്ലാം കൊണ്ടും ലങ്കയിലേക്ക് ചാടിപ്പുറപ്പെട്ടെത്തിയവനാണ്. എല്ലാ ശക്തിയും എന്നിലുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രൻ പോലും ഒരു മോതിരം ഹനുമാനെ തന്നെ ഏൽപ്പിച്ചത്. ആ ഹനുമാനാകുന്ന എനിക്ക് ലങ്കയിൽ ഞാൻ എത്തിയ കാര്യം നിറവേറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരെന്തു പറയും എന്നാണ് ചോദിക്കുന്നത്. പദച്ഛേദം ആദ്യം നോക്കാം. കിം വാ വക്ഷ്യതി വൃദ്ധശ്ച, വൃദ്ധശ്ച, വൃദ്ധഃ അധികം ച, വൃദ്ധശ്ച, വൃദ്ധഃ വിസർഗം, തതഃ പരം ച, ചകാരെ വൃദ്ധശ്ച വിസർഗസ്യ സ്ഥാനെ ഷ് ഇതി ഷകാരസ്യ അർദ്ധമാത്ര ആഗച്ഛതി. തേന വൃദ്ധഃ ച വൃദ്ധശ്ച, ഹരിഃ ച ഹരിശ്ച, ബുദ്ധഃ ച ബുദ്ധശ്ച എന്ന് വരും. ജാംബവാനംഗദശ്ച സഹ, ജാംബവാൻ അംഗദഃ, ജാംബവാൻ അധികം അംഗദഃ, ജാംബവാനംഗദഃ, അംഗദഃ ച അംഗദശ്ച സഹ. നേരത്തെ പറഞ്ഞതുപോലെ ജാംബവാൻ അംഗദശ്ച സഹ, ജാംബവാൻ
അംഗതഃ ച ഗതം പാരം സമുദ്രസ്യ, അവിടെ പിടിക്കാനൊന്നുമില്ല. വാനരാശ്ച സമാഗതാഃ, വാനരാശ്ച സമാനഃ സന്ധിഃ, വാനരാഹ ച വാനരാശ്ച എന്ന രൂപം വരും. ഓക്കെ, നമുക്കിനി അന്വയക്രമേണ അർത്ഥം നോക്കാം. അനുഷ്ടുപ്പിലുള്ള, അതായത് ചെറിയ ശ്ലോകമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. സമുദ്രസ്യ പാരം ഗതം സമാഗതാഃ വാനരാഹ സഹ അംഗതഃ വൃദ്ധഃ ജാംബവാഞ്ച കിം വാ വക്ഷ്യതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അന്വയം. സമുദ്രസ്യ പാരം ഗതം മാം, പാരം ഗതം സമുദ്രസ്യ, സമുദ്രസ്യ സാഗരസ്യ, ഹനുമാൻ അധുന ലങ്കായാമസ്തി, സാഗരം തീർത്വ, സാഗരത്തെ ചാടിക്കടന്ന് ലങ്കയിലുണ്ട്. ഇനി തിരിച്ചു പോവുകയാണെങ്കിൽ വീണ്ടും ഈ സാഗരത്തെ ചാടിക്കടക്കണ്ടേ? അങ്ങനെ ഹനുമാൻ ലങ്കയിൽ നിന്ന് തിരിച്ച് ഭാരതത്തിലേക്ക് വന്നാൽ, അങ്ങനെ വരുമ്പോൾ സമുദ്രസ്യ പാരം, പാരം അപരം തീരം, അപരം തീരം മറുകരയിലേക്ക്. സമുദ്രസ്യ അപരം തീരം, അപരം തീരം ഏതാണിവിടെ? മറ്റേ കര. ലങ്കയിലാണ് ഹനുമാൻ ഉള്ളതെന്നുണ്ടെങ്കിൽ ജാംബവാൻ മുതലായിട്ടുള്ള വാനരന്മാർ നിൽക്കുന്ന ഭാരതത്തിലെ ദക്ഷിണ തീരമാണ് ആ അപരതീരം. അങ്ങനെ സാഗരസ്യ അപരം തീരം ഗതം, പാരം ഗതം, അതിൻ്റെ മറുകരയിലേക്ക് ഗതം ചെന്നവനാകുന്ന, പ്രതിനിവൃത്തം മാം എന്നോട് അല്ലെങ്കിൽ എന്നെ, സമാഗതാഹ വാനരാഹ, തത്ര ബഹവോ വാനരാഹ സമാഗതാഹ സന്തി. അവിടെ ഒട്ടനവധി വാനരന്മാർ വന്നിട്ടുണ്ട് അല്ലേ? ലങ്കയിലാണ് സീത ഉണ്ടാവുക എന്നുള്ള സൂചനയോടുകൂടി ദക്ഷിണ ദിക്കിലേക്ക് പുറപ്പെട്ട വാനര സൈന്യത്തിൽ അംഗദന്റെ നേതൃത്വത്തിൽ ധാരാളം വാനരന്മാരുണ്ട്. അങ്ങനെ സമാഗതാഹ, ആഗതാഹ, വാനരാഹ, അവിടെ കുറേ വാനരന്മാരുണ്ടല്ലോ. തേ കപയഹ, ആ വാനരന്മാര്, സഹ അംഗദഃ, അംഗദഃ കഹ, അംഗദഃ വാനരാണാം യുവരാജ, രാമേണ മാരിതസ്യ വാലിനഃ സുപുത്രഃ അസ്തി അംഗദഃ. രാമനാൽ കൊല്ലപ്പെട്ട വാലി മഹാരാജാവിൻ്റെ സുപുത്രനാണ് അംഗദൻ. ആ അംഗദനാണ് വാനരന്മാരുടെ യുവരാജാവ്. ആ വാനര യുവരാജാവായിരിക്കുന്ന സഹ അംഗദഃ, ആ അംഗദൻ, ആ അംഗദൻ എന്ന് എന്തുകൊണ്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്? വാനരന്മാരുടെ യുവരാജാവായിരിക്കുന്ന ആ അംഗദൻ വൃദ്ധഃ ജാംബവാഞ്ച, വൃദ്ധഃ, വൃദ്ധഃ ഇതി പദസ്യ അത്ര കഃ അർത്ഥഃ? വൃദ്ധഃ യഃ ശക്തിഹീനഃ ഭവതി, വാർദ്ധക്യേന ശക്തിഹീനഃ താദൃശഃ വൃദ്ധോ വാ ന, പ്രാജ്ഞഃ വൃദ്ധഃ, പണ്ഡിതബുദ്ധിയായിരിക്കുന്ന സഹ ജാംബവാൻ, ആ വൃദ്ധനായിരിക്കുന്ന പണ്ഡിതനായിരിക്കുന്ന ജാംബവാൻ, അദ്ദേഹമാണല്ലോ ഹനുമാനെ പ്രേരിപ്പിച്ച് ലങ്കയിലേക്ക് അയച്ചത്. സഹ ജാംബവാഞ്ച കിം വാ വക്ഷ്യതി, എന്ത് തന്നെ പറയും? കിം വാ കഥയിഷ്യതി, എന്താണ് അവർ പറയുക? സമുദ്രസ്യ പാരം ഗതം മാം, സമുദ്രത്തിൻ്റെ അപരം തീരം, സാഗരസ്യ അപരം തീരം ഗതം മാം, പ്രതിനിവൃത്തം മാം, സമാഗതാഹ വാനരാഹ ആഗതാഹ തത്ര സന്നിവിഷ്ടാഹ കപയഃ, സഹ അംഗദശ്ച, സഹ യുവരാജ മമ സുഹൃത്ത് യഃ അംഗദഃ അസ്തി സഹ ച പുനഃ വൃദ്ധഃ പ്രാജ്ഞഃ പണ്ഡിതഃ ജാംബവാൻ വാനരശ്ച ജാംബവാഞ്ച കിം വാ കഥയിഷ്യതി, എന്തു തന്നെ പറയും എന്ന് തന്നെ ഹനുമാൻ നിന്ദിക്കുകയാണ്. എന്താ ഇതിൻ്റെ ഭാവാർത്ഥം? സീതാമദൃഷ്ട്വാ പ്രതിഗച്ഛന്തം മാം സമുദ്രതീരെ സ്ഥിതാഃ സർവേ വാനരാഃ അംഗദഃ വൃദ്ധോ പരിണതപ്രജ്ഞഃ ജാംബവാഞ്ച സംഭൂയ കിം വാ വക്ഷ്യന്തി. അഹം യദി സീതാമദൃഷ്ട്വാ പ്രതിഗച്ഛാമി ചേത് തത്ര ബഹവോ വാനരാഃ മമ പ്രതീക്ഷായാം വർത്തന്തെ. തേ സമുദ്രതീരെ സ്ഥിതാഃ, അങ്ങനെ സമുദ്രതീരത്തിൽ നിൽക്കുന്നതാകുന്ന സർവേ വാനരാഃ, എല്ലാ വാനരന്മാരും, അംഗദഃ, വാനര യുവരാജ അംഗദഃ, വൃദ്ധഃ, വൃദ്ധഃ ഇത്യസ്യ വയോവൃദ്ധഃ ഇതി നാസ്തി അർത്ഥഃ, പരം പരിണതപ്രജ്ഞഃ ഇത്യർത്ഥഃ. പ്രജ്ഞ പരിണത യസ്യ, നല്ല ബുദ്ധിയുള്ളവനാകുന്ന ജാംബവാൻ സംഭൂയ കിം വാ വക്ഷ്യതി, അവരൊക്കെ ഒന്ന് ചേർന്ന് എന്നെപ്പറ്റി എന്തായിരിക്കും പറയുക? ഹോ, അവൻ വലിയ ആളാണെന്ന് പറഞ്ഞ് 100 യോജന ചാടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ചാടി പുറപ്പെട്ടു പോയി. അവൻ പോയപ്പോഴേ എനിക്കറിയാമായിരുന്നു അവനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന്. അല്ലേലും ഇപ്പോൾ നാണം കെട്ട് തിരിച്ചു വന്നപ്പോൾ അവന് മതിയായില്ലേ?
ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള നിന്ദാവാക്യങ്ങളെ തനിക്കെതിരെ അവർ പ്രയോഗിക്കുമോ എന്നുള്ള ആശങ്കയായി ഹനുമാന്. പരിഹാസേന കിം കിം ന കഥയിഷ്യന്തി, ഇപ്രകാരം പരിഹസിച്ചുകൊണ്ട് അവരെന്ത് തന്നെ പറയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഒരു ടീമായിട്ടൊക്കെ മത്സരിക്കാൻ പോവാണ്. അങ്ങനെ മത്സരിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ ക്രിക്കറ്റാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ക്രിക്കറ്റാണ്, നമ്മുടെ ടീമിൽ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് ഞാൻ ശരിയാക്കി തരാം കേട്ടോ, ഞാൻ ഓപ്പണിംഗ് ഇറങ്ങാം, എല്ലാം കണക്ക് കൂട്ടി. അങ്ങനെ ബാറ്റിംഗ് കിട്ടി, നമ്മൾ ഓപ്പണിങ്ങിന് ഇറങ്ങിപ്പോയി മറ്റേ ടീമിൻ്റെ ബോളർ പോലും നമ്മളുടെ നിപ്പും പോക്കും ഒക്കെ കണ്ടിട്ട് പേടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ നേരെ പോയി ക്രീസിൽ വെച്ച് 2-3 കുത്തൊക്കെ കുത്തി അമ്പയറോട് ചോദിച്ചു, സർ അമ്പയർ വിക്കറ്റ്, ഗാർഡൊക്കെ എടുത്തു, എല്ലാം കറക്റ്റ്. നേരെ പോയി പിച്ചിലൊന്ന് നോക്കി 2-3 കല്ല് കണ്ടു, അതൊക്കെ തട്ടിക്കളഞ്ഞു, ഒരു കുത്തൊക്കെ കുത്തി തിരിച്ചു വന്നു. നമ്മളിങ്ങനെ നിൽക്കുന്ന കണ്ടാൽ തന്നെ ബോളർ വിറയ്ക്കും, അമ്പടാ ഇവൻ വമ്പം വിരാട് കോഹ്ലി തന്നെയെന്ന് വിചാരിക്കും. ആദ്യത്തെ ബോളിൽ എപ്പോഴും വന്ന് വിക്കറ്റ് അങ്ങോട്ട് വീണാലോ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും കൂടെ കളിയാക്കും അല്ലേ? അതുപോലെ തന്നെയാണ്, തൻ്റെ അമിതോത്സാഹത്തിൻ്റെ ഭാഗമായിട്ടാണോ താൻ ഇവിടേക്ക് എത്തിപ്പെട്ടത്? തനിക്കൊരു ഉത്സാഹം ഉണ്ടായി, ആ ഉത്സാഹം താൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും ജാമ്പവാൻ മുതലായവരുടെ പ്രേരണ കൊണ്ട് ഞാൻ ഉത്സാഹിതനായിട്ട് ഇവിടെ എത്തിപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? ഇനി തിരിച്ചു പോയാൽ ഇവരൊക്കെ കളിയാക്കില്ലേ? അങ്ങനെ ഹനുമാന് പലതരത്തിലുള്ള ചിന്തകൾ വന്നു. ഓക്കെ, നമുക്ക് ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. കിം വാ വക്ഷ്യതി വൃദ്ധശ്ച ജാംബവാനംഗദശ്ച സഹ ഗതം പാരം സമുദ്രസ്യ വാനരാശ്ച സമാഗതാഃ. അഗ്രിമശ്ലോകഃ. അനിർവേദശ്രിയോ മൂലമനിർവേദഃ പരം സുഖം. ഒറ്റ വരിയായിട്ട് തന്നെ ചൊല്ലാം. അനിർവേദശ്രിയോ മൂലമനിർവേദഃ പരം സുഖം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചേ. അനിർവേദശ്രിയോ മൂലമനിർവേദഃ പരം സുഖം. ചൊല്ലുന്നതിൻ്റെ എളുപ്പത്തിൽ എങ്ങനെ വായിക്കാം? അനിർവേദഃ ശ്രിയോ മൂലം അനിർവേദഃ പരം സുഖം. അനിർവേദശ്രിയോ മൂലമനിർവേദഃ പരം സുഖം. അനിർവേദോ ഹി സതതം സർവാർത്ഥേഷു പ്രവർത്തകഃ. അനിർവേദോ ഹി സതതം സർവാർത്ഥേഷു പ്രവർത്തകഃ. ഒരിക്കൽ കൂടി ചൊല്ലാം. അനിർവേദശ്രിയോ മൂലം അനിർവേദഃ പരം സുഖം. അനിർവേദോ ഹി സതതം സർവാർത്ഥേഷു പ്രവർത്തകഃ. ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് ഹനുമാൻ ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ പകർത്തിയിരിക്കേണ്ട ദ ബെസ്റ്റ് ക്വാളിറ്റി. ഈ ഒരൊറ്റ ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എന്തിൻ്റെ കുറവിനെയും നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമുക്ക് പലതരത്തിലുള്ള കുറവുകൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാവും. നോ വൺ ഈസ് പെർഫെക്റ്റ്. പക്ഷേ ആ കുറവുകളെയൊക്കെ പരിഹരിക്കാൻ ഈ ഒരൊറ്റ ക്വാളിറ്റി മതി. അതെന്താണെന്ന് പറയട്ടെ? ഇപ്പം തന്നെ നിങ്ങൾ ക്ലാസ് നിർത്തിപ്പോവും. ശ്ലോകം മുഴുവൻ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ എന്താ ക്വാളിറ്റി എന്ന് പറയാം. ഓക്കെ. അനിർവേദശ്രിയോ മൂലം, അത് തന്നെയാണ് എൻ്റെ കാര്യം. അനിർവേദ പരം സുഖം. അനിർവേദോ ഹി സതതം സർവാർത്ഥേഷു പ്രവർത്തകഃ. 3 തവണ ഒരേ പദം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അല്ലേ? എന്താണത്? അനിർവേദ എന്നാണ്. നമുക്ക് ആദ്യം പദച്ഛേദമൊക്കെ നോക്കിയിട്ട് അന്വയാർത്ഥം പറയുന്ന സന്ദർഭത്തിൽ അനിർവേദ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ആദ്യം തന്നെ പറയാം. ശ്രിയോ മൂലം അനിർവേദ, അതാണ് ആദ്യം പദച്ഛേദം ചെയ്യാനുള്ളത്. ശ്രിയ മൂലം അനിർവേദ. ശ്രിയ മൂലം അനിർവേദ. ശ്രിയോ മൂലം അനിർവേദ. അനിർവേദോ ഹി അനിർവേദ ഹി അനിർവേദോ ഹി. ഇനി നമുക്ക് അനിർവേദ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കണ്ടേ? അതാണ് 3 തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ശബ്ദം. അനിർവേദ ന നിർവേദ. ന നിർവേദ അനിർവേദ. എന്താണ് നിർവേദ? നിർവേദ ശബ്ദത്തിന് സാമാന്യേന അർത്ഥം വിരക്തി, വൈരാഗ്യം എന്നാണ്. വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തോടുണ്ടാവുന്ന അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ആ അറ്റാച്ച്മെൻറ്റ് ഓഫായി പോവുക, ആ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരിക്കുക. ഒരു കാര്യത്തോടും താല്പര്യമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് വിരക്തി, വൈരാഗ്യം എന്നൊക്കെ പറയുന്നത്. അതാണ് നിർവേദം. ഐഡിലായിട്ട് ഇങ്ങനെ ഇരിക്കും, ഒന്നിനോടും ഒരു താല്പര്യമില്ല, ആ അവസ്ഥയാണ് വിരക്തി. അപ്പം അനിർവേദ എന്തായിരിക്കും? വിരക്തി ഇല്ലാത്ത അവസ്ഥ, എല്ലാത്തിനോടും താല്പര്യമുള്ള അവസ്ഥ. ഉത്സാഹം ആണ്
അനിർവേദ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം. അനിർവേദ സ്വ അവമാനരാഹിത്യം. അതിന് പലതരത്തിൽ ഇവിടെ അർത്ഥം പറയുന്നു. അനിർവേദ സ്വാവമാനരാഹിത്യം. അവമാനം, തന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? തന്നെ താഴ്ത്തിക്കെട്ടി എന്നർത്ഥം. സ്വ അവമാനം എന്ന് പറഞ്ഞാൽ തന്നെത്താൻ തന്നെ താഴ്ത്തിക്കെട്ടി എന്നർത്ഥം. തന്നെത്താൻ തന്നെ താഴ്ത്തിക്കെട്ടുന്നതിൻ്റെ രാഹിത്യം. അങ്ങനെ തന്നെത്താൻ താഴ്ത്തിക്കെട്ടാതിരിക്കുന്ന അവസ്ഥയാണ് അനിർവേദ. തൻ്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? അനിർവേദ. ജാഗരൂകത എന്ന് ബ്രാക്കറ്റിൽ അർത്ഥം കൊടുത്തിരിക്കുന്നു. ജാഗ്രത, ഉണർവ് എന്നാണ് അർത്ഥം. നമ്മൾ ഉത്സാഹത്തോടു കൂടി എന്തിനും തയ്യാറായി സന്നദ്ധനായി ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് അനിർവേദ എന്ന് പറയുന്നത്. ആ അനിർവേദമാണ് ശ്രിയ മൂലം. ആ അനിർവേദം മാത്രമാണ് ശ്രിയ. ശ്രിയ ഐശ്വര്യസ്യ. നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സകല ഐശ്വര്യങ്ങളുടെയും മൂലം. മൂലം കാരണം, നിദാനം. സർവേഷാം ഐശ്വര്യാണാം മൗലികം കാരണം അനിർവേദ ഉത്സാഹ ഏവ വർത്തത്തെ. കശ്ചന, ഒരാൾ ഇങ്ങനെ ഇരിക്കുക. അയാൾ രാവിലെ എണീക്കുന്നു, അങ്ങനെ തന്നെ ഇരിക്കുന്നു, രാത്രിയാവുന്നു, കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു, വീണ്ടും അങ്ങനെ തന്നെ ഇരിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ എണീറ്റ് വീണ്ടും അതുപോലെ തന്നെ ചിലവാക്കി കിടന്നുറങ്ങുന്നു എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഐശ്വര്യം അയാളുടെ കൂടെ ഉണ്ടാവുമോ? ഇല്ല. അതേസമയം ഓരോ ദിവസവും എഴുന്നേറ്റ് തൻ്റെ ജീവിതത്തിലെ ചലഞ്ചസിനെ നേരിട്ടുകൊണ്ട് ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നാലും ഇല്ലെങ്കിലും അയാളുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? ഐശ്വര്യം ഉണ്ടാവും. ആ ഐശ്വര്യത്തെ പറ്റിയാണ്, ആ ഐശ്വര്യത്തിൻ്റെ മൂലത്തെ പറ്റിയാണ് ഹനുമാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്. അനിർവേദമാണ് ശ്രിയ മൂല്യം. എന്നെ സംബന്ധിച്ച്, ഹനുമാനെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ് അവിടെ നേടേണ്ടത്? സീതയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഹനുമാൻ ലക്ഷ്യപ്രാപ്തി. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഹനുമാൻ ഇനി എന്ത് ചെയ്യണം? അനിർവേദത്തെ കണ്ടെത്തണം. വൈരാഗ്യമില്ലാതെ ഉത്സാഹത്തോടു കൂടി തയ്യാറാവണം സീതയെ കണ്ടെത്തുന്ന അന്വേഷണത്തിനായിട്ട്. അനിർവേദ പരം സുഖം. ആ അനിർവേദമാണ് പരമമായ സുഖം. നമ്മളിപ്പോൾ പറഞ്ഞ ജാഗരൂകത, ഉണർവ് എന്ന് പറഞ്ഞല്ലോ, ആ ഉണർവ് തന്നെ പരം, ശ്രേഷ്ഠം, സർവോത്കൃഷ്ടം, എല്ലാത്തിനേക്കാളും ഉയർന്ന സുഖം. അത് തന്നെയാണ് ഹാപ്പിനെസ്, അത് തന്നെയാണ് സുഖം. എന്തുകൊണ്ട് അത് സുഖമാവുന്നു? നമ്മളുടെ മുമ്പിലൊരു ചലഞ്ച് വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് അതിൻ്റെ മുമ്പിൽ വീണ് പോയാൽ അതാണ് ഏറ്റവും വലിയ ഡിസ്ട്രസ്, അതാണ് ഏറ്റവും വലിയ ദുഃഖം. അതേസമയം ആ ചലഞ്ചിനെ ആത്മാർത്ഥതയോടെ, ആത്മവീര്യത്തോടു കൂടി നേരിടുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് തോൽവിയാണെങ്കിൽ പോലും നേരിട്ടിട്ടാണ് തോൽവി കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഹൃദയത്തിലുണ്ടാവും. അത് തന്നെയാണ് സുഖത്തിൻ്റെ രഹസ്യം. അനിർവേദ പരം സുഖം. അനിർവേദോ ഹി സതതം. സതതം സർവാർത്ഥേഷു പ്രവർത്തക. സർവദാ, എല്ലായ്പ്പോഴും, സർവാർത്ഥേഷു, എല്ലാ സർവപുരുഷാർത്ഥേഷു, ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് പുരുഷാർത്ഥങ്ങളുണ്ട്. ആ പുരുഷാർത്ഥങ്ങളിലെല്ലാം പ്രവർത്തക, അതിലെല്ലാം നമ്മളെ നിയോഗിക്കുന്നത്, അതിലെല്ലാം നമ്മളെ നിയോഗിക്കുന്നത് അനിർവേദ ഹി, എല്ലാം ആ അവിരാമ പ്രയത്നമാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മീനിങ് അനിർവേദ എന്നുള്ളതിന്. അവിരാമ പ്രയത്ന. വിരാമം ഫുൾ സ്റ്റോപ്പ് എന്ന് വെച്ചോളൂ. ഓക്കെ, വിരാമം റിട്ടയർമെൻറ്റ്, നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നതാണ്, റിട്ടാർഡേഷനാണ് വിരാമം. ആ വിരാമം ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോവാത്ത തരത്തിലുള്ള പ്രയത്നം ആണ് എന്ത്? അനിർവേദ എന്നുള്ള പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പം എന്ത് മനസ്സിലാക്കാം? ഹനുമാൻ ഇവിടെ തിരിച്ചറിഞ്ഞു, ഞാനിങ്ങനെ സീത മരിച്ചു പോയിരിക്കാം, സീതയെ കൊന്നു തിന്നിരിക്കാം, ഞാൻ തിരിച്ചു പോയാൽ വാനരന്മാരെന്ത് പറയും? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തന്നെത്താൻ തന്നെ താഴ്ത്തിക്കെട്ടുന്നതിനേക്കാൾ നീചമായ മറ്റൊരു പ്രവൃത്തിയില്ല. അതുകൊണ്ട് എത്രയും വേഗം ഞാൻ സീതാന്വേഷണത്തിനായിട്ട് വീണ്ടും തയ്യാറെടുക്കണം. ഹനുമാൻ എന്ന് പറയുന്ന വാനരൻ ലങ്കയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഈശ്വരൻ്റെ നിയോഗമാണ്. ഹനുമാൻ ലങ്കയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് സീതയെ കണ്ടെത്തുക എന്ന ദൗത്യവുമായിട്ടാണെങ്കിൽ തീർച്ചയായും സീതയെ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഹനുമാൻ ഇനി മടങ്ങിപ്പോവുകയുള്ളൂ. അതിനായിട്ട് ഹനുമാൻ ചെയ്യേണ്ടത് എന്താണ്?
ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുക എന്നതാണ്. ആ ഉത്സാഹമാണ് സർവ്വ ഐശ്വര്യങ്ങളുടെയും രഹസ്യം എന്ന് ഹനുമാൻ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. അനിർവേദ ശ്രിയോ മൂലം, അനിർവേദ പരം സുഖം. അനിർവേദമാണ് ഐശ്വര്യത്തിൻ്റെ നിദാനം, കാരണം. അനിർവേദ പരം സുഖം, അനിർവേദമാണ് പരമമായ സുഖം. അനിർവേദോ ഹി സതതം, അനിർവേദം തന്നെയാണ് എല്ലായ്പ്പോഴും സർവാർത്ഥേഷു പ്രവർത്തക, എല്ലാ അർത്ഥങ്ങളിലും നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളിലേക്കും നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്, അതിലേക്ക് നമ്മളെ നിയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ ഉത്സാഹമാണ്. ഒരിക്കലും തളരാത്ത പ്രയത്നശീലതയാണ് എന്ന് മനസ്സിലാക്കുക. ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഏത് വ്യക്തിയുടെ ജീവിതം വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. അവരുടെ ജീവിതത്തിലും വമ്പൻ സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും വീണ് പോയിട്ടുണ്ട്. അവരുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പലപ്പോഴായിട്ട് വീണ് പോയിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ചയിൽ ഒരു പന്തിനെ നിലത്തടിച്ചാൽ എന്ന പോലെ ആ ആഘാതത്തേക്കാൾ വലിയ ശക്തിയിൽ കൂടുതൽ ഉയരത്തിലേക്ക് ഉയർന്നു വന്നവർ മാത്രമേ ലോകത്തിൽ എന്തെങ്കിലും ഒന്നായിട്ടുള്ളൂ. അബ്ദുൽ കലാമിനെ പോലും ഒരു അധ്യാപകൻ കൊണ്ടുപോയി ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്തിയിട്ടുണ്ട്. ബിൽ ഗേറ്റ്സ് പോലും തോറ്റിട്ടുണ്ട്. ലോകത്തിൻ്റെ നെറുകയിൽ അവരവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ പരാജയങ്ങളെ നേരിട്ടിട്ട് ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തളർന്നു പോകാതെ മുന്നോട്ട് വന്നിട്ടുള്ളവർ മാത്രമാണ് എന്ന് മനസ്സിലായോ? അപ്പം നമുക്കും സെറ്റ് ബാക്സ് ഉണ്ടാകുമ്പോൾ വീണ് പോവാതിരിക്കാൻ ഹനുമാന്റെ ഈ മന്ത്രം ഉള്ളിൽ സൂക്ഷിക്കാം. അനിർവേദ ശ്രേയോ മൂലം, അതാണ് ഈ പാഠത്തിന് ഇതേ പേര് കൊടുക്കാനുള്ള കാരണം. ശ്രേയ മൂലം കിം അനിർവേദ, ശ്രേയസ്സിന് കാരണം എന്താണ്? അനിർവേദം മാത്രമാണ്. ഭാവാർത്ഥം: നിരാശാരഹിത നിസ്തന്ത്ര അക്ഷീണ പ്രയത്ന, അതാണ് അനിർവേദ എന്നുള്ളതിനർത്ഥം. നിരാശാരഹിത, തന്നെത്താൻ ഡിപ്രസ്ഡ് ആവാതെ, വീണു പോവാതെയുള്ള, ഡിസപ്പോയിൻറ്റഡ് ആവാതെയുള്ള പ്രയത്ന, ആ പ്രയത്നം മാത്രമാണ് സമ്പദാം സുഖസ്യച കാരണം, സമ്പത്തുക്കളുടെയും ഐശ്വര്യങ്ങളുടെയും നേട്ടങ്ങളുടെയും സുഖത്തിൻ്റെയും കാരണമായി വർത്തിക്കുന്നത്. തഥാ സർവാർത്ഥേഷു പ്രയോജക, എല്ലാ അർത്ഥങ്ങളിലും നമ്മളെ പ്രയോജനം ചെയ്യിക്കുന്നത്, അതിലേക്ക് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്, അതിലേക്ക് നമ്മളെ എത്തിക്കുന്നത് അവിരാമ പ്രയത്ന ഏവ ഭവതി, നമ്മുടെ അവിരാമമുള്ള ഇടതടവില്ലാതെയുള്ള പ്രയത്നം മാത്രമായിരിക്കും. അർത്ഥാത്, അതുകൊണ്ട് സീതാദർശന പര്യന്തം യത്നഃ കരണീയ ഇതി ഹനുമാൻ ചിന്തയതി, അതുകൊണ്ട് സീതയെ കാണുന്നത് വരെ പരിശ്രമിക്കുക. വെറുതെ ഇരുന്ന സീതയെ കാണില്ലല്ലോ. സീത ഇങ്ങോട്ട് വന്നിട്ട് അല്ല ഹനുമാനല്ലേ, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നല്ലേ രാമൻ പറഞ്ഞു വിട്ടിട്ട് എന്ന് ചോദിക്കില്ലല്ലോ. സീതയെ കാണണമെങ്കിൽ ഹനുമാൻ പ്രയത്നിക്കണം. സീതയെ കാണും വരെ പ്രയത്നിക്കാൻ തന്നെ ഹനുമാൻ തീരുമാനിച്ചു. ഒന്നുകൂടെ ആ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കിയാലോ. അനിർവേദ ശ്രിയോ മൂലം അനിർവേദ പരം സുഖം അനിർവേദോ ഹി സതതം സർവാർത്ഥേഷു പ്രവർത്തക. ഓക്കെ, ഈ ശ്ലോകം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുക. ജീവിതത്തിൽ ഇതൊരു മന്ത്രമാക്കി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 100% ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ നാളെ ലോകമറിയുന്ന ഒരാളായിട്ട് മാറും. നിങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാജയങ്ങളിൽ പെട്ട് ഇനി എന്ത് എന്നറിയാതെ ഇരുന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ വരികയാണ്. അല്ല, നീ ഇനിയും പ്രയത്നിക്കണം, നിനക്ക് നേടാൻ കഴിയും എന്നൊരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജനിക്കുന്നുണ്ടെങ്കിൽ യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി എന്ന് മനസ്സിലാക്കുക. ആ ശക്തിയെ ഉള്ളിൽ ഉറപ്പിക്കുക. ഈ പ്രായത്തിൽ ഈ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല പ്രായത്തിലെത്തുമ്പോൾ നിങ്ങളെ തേടി ആളുകൾ വരും. അങ്ങനെയുള്ളവരായിട്ട് മാറാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് ബാക്കി 2 ശ്ലോകങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അതോടുകൂടി ഈ പാഠഭാഗം അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, ഇന്ന് 2 ശ്ലോകങ്ങൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ബാക്കി 2 ശ്ലോകങ്ങൾ പഠിക്കാം. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. റാം റാം.